ഈ നിൽക്കുന്നതാണ് കരിമഞ്ഞൾ കേട്ടോ. നമ്മുടെ പാലക്കാട് കൃഷി ചെയ്യുന്നതാണ് കരിമഞ്ഞൾ. ഇത് എന്തേരം ഉണ്ട് ചേട്ടായി? ഇതൊരു 10-25 സെന്റിലുണ്ട്. ശരിക്കും വരുന്നത് മൂപ്പായിട്ടില്ല. ഇത് പക്ഷെ കളറൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. കളറ് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ആയി വരുന്നേ ഉള്ളൂ. ഭയങ്കര ഓയിൽ കണ്ടന്റ് ഉള്ള ഇതാണ് ഞങ്ങളുടെ. ഭയങ്കര നെയ്യ് കറുത്ത കളറായി ഉണ്ടാവും. അതുപോലെ അതിൽ മദർ 200 ഗ്രാമിന്റെ ഒക്കെ ചിലത് കിട്ടാറുണ്ട്. 150 ഗ്രാമിന്റെ കണ്ടത് മൂപ്പായി വരുന്നേ ഉള്ളൂ. തണ്ട് പഴുത്ത് ഉണങ്ങണം, നിലം വലിയണം. നമ്മൾ ഈ കരിമഞ്ഞൾ വെച്ച് കഴിഞ്ഞാൽ പൂട്ട് തുറക്കും, പിന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കാണാമല്ലോ. അതൊക്കെ വെറുതെ പറയാനേ. ഇതൊക്കെ ഉള്ളതാണോ? അതൊക്കെ വെറുതെ എന്തെങ്കിലും കെമിക്കൽ ആഡ് ചെയ്യേണ്ടി വരും പറയാ. കെമിക്കൽ ആഡ് ചെയ്തിട്ട് തുറക്കണതാണ്. അതൊന്നും ഇങ്ങനെ ഒരിക്കലും സാധ്യത ഇല്ല അറിയാം. കരിമഞ്ഞൾ അങ്ങനത്തെ സ്ഥിതിയൊന്നുമില്ല. കർപ്പൂരം ഇവിടെയൊക്കെ ചിലർ വന്ന് നോക്കാറുണ്ട്, കർപ്പൂരം കൊടുന്ന് വെച്ച് കത്തുണ്ടോന്നൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ ആളുകള് അതിന്റെ പിന്നാലെ കുറെ നടക്കുന്നുണ്ട്. അന്ധവിശ്വാസമാണ്. ഇത് അല്ല, അത് അങ്ങനെ നല്ല വിലക്ക് ചിലപ്പോ ആരെങ്കിലും വിൽക്കാന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം. ഇത് കരിമഞ്ഞൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എന്നാ പിന്നെ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാർക്ക് വേറെ മാർഗം നോക്കേണ്ട ആവശ്യമില്ല പൂട്ട് തുറക്കാൻ. അതില് കാര്യമില്ല. പിന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തിനും കളയാനും വയ്യ. ഇതിങ്ങനെ ചില ഭാഗത്ത് മറ്റേ പൂജയ്ക്ക്, മന്ത്രവാദത്തിന്, പിന്നെ മരുന്നിന്, പിന്നെ ചിലര് സോറിയാസിന് പുറത്ത് വയ്ക്കാൻ അങ്ങനെ പറയപ്പെടുന്നുണ്ട് അറിയാം. അപ്പൊ ശരിക്കും ഇത്രയും പേര് മന്ത്രവാദം ചെയ്താലേ മാർക്കറ്റ് ഉണ്ടാവും. പിന്നെ പല മരുന്നിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ടാക്കണ ഒരു മരുന്ന് കമ്പനി അങ്ങനെയുള്ള ആവശ്യക്കാരുള്ള ഇതൊന്നും ആയിട്ട് അറിയില്ല.